ഹായ് കൂട്ടുകാരെ, അങ്കിൾ ടോം ടേൽസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഫിഷ് മോളിയാണ്. കണ്ടോ, ഇന്ന് കിട്ടിയ മീനിൽ നിന്നും 2 മീനെടുത്ത് 4ആയിട്ട് മുറിച്ച് ഫിഷ് മോളി വയ്ക്കുകയാണ്. നമുക്കത് മസാല പുരട്ടി വയ്ക്കാനായിട്ട് ഞാനൊരു പ്ലേറ്റ് എടുത്തു. അതിലേക്ക് 1.5 സ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തെടുത്തതാണ്. കുരുമുളക് പൊടി വേണ്ട, കുരുമുളക് അതൊക്കെ മിക്സിയിലിട്ടൊന്ന് പതുക്കെ ഒന്ന് തരിതരിയായിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്. അത് 1.5 സ്പൂൺ ഇട്ടു. അതോടൊപ്പം തന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു. 1/4 ടീസ്പൂൺ ഉപ്പിട്ടു. അതിനുശേഷം ഒരു നാരങ്ങ നമുക്കതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. നമുക്ക് ഫിഷ് മോളി വെക്കാനായിട്ട് ആഗോലി കൂടാതെ, ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ആഗോലിയാണ്, ആഗോലി കൂടാതെ കരിമീൻ, നെയ്മീൻ, മോത ഒക്കെ നല്ലതാണ് ഫിഷ് മോളി വെക്കാനായിട്ട്. ഞാൻ എടുത്തിരിക്കുന്ന മീൻ ആഗോലിയാണ്. എന്നിട്ട് നമുക്ക് ആ മസാലയിലേക്ക് കഴുകി വൃത്തിയാക്കി നുറുക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. ആ മീനിലേക്ക് ആ മസാല നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടിയാൽ മതി. ഒത്തിരി മുരിച്ചെടുക്കുകയൊന്നും വേണ്ട, നമ്മൾ ഇനി പിന്നീടത് വേവിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പം അതിനായിട്ട് ഞാൻ നന്നായിട്ട് മസാല പുരട്ടി 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. ആ മീനിൻ്റെ ഉൾഭാഗം ഒക്കെ നമുക്ക് മസാല പുരട്ടി കൊടുക്കാം. കുരുമുളകും എല്ലാം നന്നായിട്ട് മീനിൽ തേച്ച് പിടിപ്പിച്ച് നമുക്ക് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 1/2 മണിക്കൂറിന് ശേഷം നമ്മൾക്ക് ഒരു നോൺ സ്റ്റിക്ക് പാൻ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് തീ കത്തിച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലായിരിക്കും ഫിഷ് മോളി വയ്ക്കുന്നത് ടേസ്റ്റ്. ഇച്ചിരി എണ്ണ കൂടിപ്പോയാലും കുഴപ്പമില്ല. നമ്മൾ വറുത്ത എണ്ണയിൽ തന്നെയാണ് പിന്നെ ഫിഷ് മോളി ഉണ്ടാക്കാൻ പോകുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മീൻ കഷ്ണം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു 3 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് 3 മിനിറ്റ് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ആഗോലി മീനൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് അത് മൂത്ത് കിട്ടും. ഒത്തിരി വേവില്ലാത്ത മീനാണല്ലോ. ദശക്കട്ടിയുള്ള ഇങ്ങനെയുള്ള മീനൊക്കെയാണ് ഫിഷ് മോളി, ദശയുള്ള മീനൊക്കെ അല്ലേ ഫിഷ് മോളി വയ്ക്കാൻ ഏറ്റവും നല്ലത്. എന്നിട്ട് നമുക്കത് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് മൂടി വയ്ക്കാം. 3 മിനിറ്റിന് ശേഷം ഏകദേശം പകുതി വേവായിട്ടുണ്ട്. അത്രയും വെന്താൽ മതി, ഒത്തിരി മുരിയൊന്നും വേണ്ട. നമുക്ക് ആ മീൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് പൊടിഞ്ഞു പോകാതെ സൂക്ഷിച്ച് നമുക്കത് കോരി മാറ്റാം. ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഫിഷ് മോളി ഉണ്ട്. എൻ്റെ ഒരു വീഡിയോ സ്കിപ്പായി പോയിട്ടുണ്ട്, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പം അത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ആദ്യം നമ്മൾ ഉപയോഗിച്ച എണ്ണയിലേക്ക് തന്നെ ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് 4 ഏലക്ക, 6 ഗ്രാമ്പു, 2 കഷ്ണം കറുവാപ്പട്ട.
അതിട്ട് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, അതുപോലെ 8 വെളുത്തുള്ളി അരിഞ്ഞത്, അതുപോലെ 4 പച്ചമുളക് അരിഞ്ഞത് ഇതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഒരു വലിയ സവോള സ്ലൈസ് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയായിട്ടുണ്ട് ഈ വീഡിയോയിൽ, കണ്ടോ? ഇത്രയും ആ പാനിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ടത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. മനസ്സിലായല്ലോ? അപ്പം 4 ഏലക്ക, 6 ഗ്രാമ്പു, 2 കറുവാപ്പട്ട ആദ്യം ഇട്ട് കൊടുക്കുക. ഏലക്കായുടെ തൊണ്ടൊന്ന് പതുക്കെ പൊട്ടിച്ച് കൊടുക്കണം, ആ ഫ്ലേവർ ഒന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. അത്ര ഇട്ടൊന്ന് ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഇഞ്ചി 1 കഷ്ണം അരിഞ്ഞത്, അതുപോലെ 8 വെളുത്തുള്ളി അരിഞ്ഞത്, 4 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു വലിയ സവോള സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത്തിരി ഗോൾഡൻ കളറൊന്നും ആകണ്ട, ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഞാൻ അതിനകത്തേക്ക് സവോള ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. നമ്മൾ ഫിഷ് മോളി എപ്പോഴും കുരുമുളക് പൊടിയും പച്ചമുളകും ആണല്ലോ അതിൻ്റെ എരിവ്. നമ്മൾ മുളക് പൊടി സാധാരണ ഇടാറില്ല ഫിഷ് മോളിക്കകത്ത്. അപ്പോൾ അത് എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. പച്ചമുളക് സവോള ഇട്ട കൂട്ടത്തിൽ ഞാൻ 2 തണ്ട് വേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കുരുമുളകിൻ്റെ ആ പച്ചമണമൊക്കെ മാറി കഴിയുമ്പോൾ ഇനി നമുക്ക് അതിനകത്തേക്ക് ഞാൻ ഒരു 1/2 മുറി തേങ്ങ നന്നായിട്ട് ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കി അതിൻ്റെ പാല് പിഴിഞ്ഞ് 2ാം പാലാണിത്. 1/4 തേങ്ങ, 1/4 മുറി. വലിയ തേങ്ങയാണെങ്കിൽ ഒരു 1/4 മുറി എടുക്കുക. എന്നിട്ട് അത് പിഴിഞ്ഞ് 2ാം പാലെടുത്തിട്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അത് മൂടി വെച്ച് ഒരു 3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കഴിയുമ്പോൾ അത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. അതിൻ്റെ 1ാം പാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 2ാം പാലാണ്. കുറച്ച് വെള്ളം കൂടുതലൊഴിച്ച് 2ാം പാലാക്കി പിഴിഞ്ഞതാണ് അതിനകത്തേക്ക് ഒഴിച്ചത്. ഇപ്പം അത് ആ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം നമുക്ക് നമ്മൾ ചെറുതായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ആ മീൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇളക്കുമ്പോഴൊക്കെ സൂക്ഷിച്ച് ഇളക്കണം, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതിങ്ങനെ സ്പൂൺ കൊണ്ട് അധികം ഇളക്കാതെ ഒന്ന് ചുറ്റിച്ചൊക്കെ ഇളക്കിയാൽ മതി. ഇനി ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അതിനുശേഷം ഞാൻ പതുക്കെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്നും കൂടി മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. വേണമെന്നില്ല, എന്നാലും ഞാൻ ഒന്ന് മറിച്ചിട്ട് കൊടുത്തു. രണ്ട് ഭാഗം ഏകദേശമൊക്കെ വെന്ത് വരുന്നുണ്ട്. ഇനി അതിനകത്തേക്ക് ഞാൻ ഒരു ടൊമാറ്റോ റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞ് അതും കൂടി അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തു, ഒരു ഭംഗിക്കും ടേസ്റ്റിനും വേണ്ടിയിട്ട്. അതിന് ശേഷം ഒരു 2-3 മിനിറ്റും കൂടി നമുക്കൊന്ന് മൂടി വയ്ക്കാം. ആ ടൊമാറ്റോയൊക്കെ ഒന്ന് വെന്ത് അതിൻ്റെ സത്തൊക്കെ ഒന്ന് ആ ഗ്രേവിയിലേക്ക് ഇറങ്ങട്ടെ.
നിങ്ങൾക്ക് വേണമെങ്കിൽ മസാല ഇട്ട് കൊടുത്ത കൂട്ടത്തിൽ ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ പക്ഷേ മല്ലിപ്പൊടി ഇട്ടിട്ടില്ല. വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഒരു 1/4 ടീസ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. രണ്ട് മിനിറ്റ് കൂടി നമുക്ക് ഒന്ന് മൂടി വയ്ക്കാം. നമ്മളുടെ മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ ടൊമാറ്റോയൊക്കെ വെന്ത് നീരൊക്കെ ആ ഗ്രേവിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ആ 1-ാം പാല്, നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ 1-ാം പാലും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഒത്തിരി തിളപ്പിക്കരുത്. ജസ്റ്റ് അത് ഒന്ന് ഒഴിച്ച് കഴിഞ്ഞ് ഒന്ന് തട്ടിപ്പൊത്തി നമുക്കുടനെ ഗ്യാസ് ഓഫ് ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഒന്ന് ഇളക്കി തിരിച്ചു കൊടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് നമ്മൾ പിന്നെ അത് കൂടുതൽ നേരം വെച്ചുകൊണ്ടിരുന്നാൽ അത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളുടെ ഫിഷ് മോളി റെഡിയായി. കണ്ടോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മോളിയാണ്. അതിനകത്ത് ഞാൻ 2-3 അണ്ടിപ്പരിപ്പൊക്കെ വറുത്തിട്ടിട്ടുണ്ട്. ഓക്കെ, ബൈ ബൈ.